ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോപ്പ് 10 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യും. ഈ റമദാൻ മാസത്തിൽ പുതിയ കാഴ്ചകൾ, പുതിയ വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന ന്യൂസുകൾ ഒക്കെ നമ്മൾ കേൾക്കാനിടയായി. പക്ഷേ നമുക്കെന്നും പറയാനുള്ളത് ഇൻഡസ്ട്രി ഇപ്പോൾ നടത്തുന്ന പുതിയ നിലപാടിനെ കുറിച്ചാണ്. അതായത് വയലൻസ് കാരണം ചെറിയ കുട്ടികൾ ഇൻസ്പയർഡ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ അത് വയലൻസിന്റെ ഒരു കാരണത്താലാണ് എന്നത് ഷെരീഫ് മുഹമ്മദ് തൻ്റെ സിനിമ മാർക്കോ പോലുള്ള സിനിമ ഞാൻ ഇനി ചെയ്യില്ല, കുട്ടികൾ ഒരിക്കലും ഈ ചിത്രം കാണരുതായിരുന്നു എന്ന് ഷെരീഫ് മുഹമ്മദ് റിപ്പോർട്ടർ ചാനലിലൂടെ പറയുകയുണ്ടായി. മാർക്കോ പോലുള്ള ഒരു വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്നോ ഉദ്ദേശത്തോടെയല്ല സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയായി കാണുമെന്നും കരുതിയാണ് സിനിമ നിർമ്മിച്ചതെന്ന് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതൊരു സിനിമാറ്റിക് അനുഭവവുമായി കാണാൻ ശ്രമിക്കണം. മാർക്കോയിലെ ഗർഭിണിയെ കൊല്ലുന്ന സീൻ സിനിമയ്ക്ക് ആവശ്യമുള്ളതായിരുന്നു. ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്ത് കള്ളം പറയാതിരിക്കാനാണ്. മാർക്കോ +2 സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ്. അത് കാണാൻ കുട്ടികൾ ഒരിക്കലും തിയേറ്ററിൽ കയറരുതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിപ്പോൾ അടുത്ത സിനിമയായ കാട്ടാളൻ എന്ന ചിത്രത്തിലും കുറച്ച് വയലൻസ് സീനുകൾ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളൊന്നാണ് അനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ മാർക്കോ എന്ന സിനിമ നമ്മുടെ മുന്നിലെത്തിയത്. അനീഫ് അദേനിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രം ഡിസംബർ 20-നാണ് കേരളത്തിൽ റിലീസിനെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന ടാഗ് ലൈനിന് കൂടി തിയേറ്ററിലെത്തിയ ചിത്രം 100 കോടിയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. KGF-നൊത്ത ഒരു നിലപാടുള്ള സിനിമയായിരുന്നു. ബോളിവുഡ് ചിത്രങ്ങൾ ആനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ A സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. എന്നാൽ അടുത്തിടെ സിനിമയ്ക്കെതിരെ മന്ത്രി ഗണേഷ് കുമാർ അടക്കം രംഗത്തെത്തി ഇത്തരം സിനിമകൾ പ്രദർശനം അനുവദിച്ച സെൻസർ ബോർഡിനെയും മന്ത്രി വിമർശിച്ചിരുന്നു. ചോര തെറിപ്പിക്കുന്നതിന് ഹരം പിടിക്കും വിധം അവതരിപ്പിക്കുന്നത് ശരിയല്ലായിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം. സിനിമാ മേഖലയിലെ നിരവധി താരങ്ങൾ ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സംഭവം, ഈ ഒരു കാര്യം നെട്ടലോടെ അല്ലാതെ ജനങ്ങൾ ആർക്കും ഇത്തരത്തിലുള്ള ന്യൂസ് ഡിബേറ്റ്, അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇത് ഇൻസ്പയർഡ് ചെയ്ത് കൊലക്കത്തിയുമായി രംഗത്തേക്കെത്തുന്ന ഒരു നെഞ്ചക്കം എന്ന് പറയുന്ന സമൂഹത്തിൽ കൊണ്ടുവന്ന് പഴയ കാലഘട്ടത്തിലെ കളരിയും അഭ്യാസങ്ങളും പഠിച്ചെടുത്ത് അതിനെ തന്നെ ബൈഹാർട്ടാക്കി അതുപോലെ തന്നെ റിയാലിറ്റിയിലും സിനിമയായി കാണാതെ റിയാലിറ്റിയിലും അത് ഉപയോഗിക്കുന്നു എന്നത് മറ്റൊരു വിഭാഗം തന്നെയാണ്. അത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല, സോഷ്യൽ അഡ്വൈസും അല്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ തലമുറ എന്തും വിശ്വസിച്ചു പോകുന്ന ലോകമാണ്. മലയാളികൾ പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളെ പോലെയല്ല, നമ്മൾ കണ്ടതും കേട്ടതും വാർത്തകൾ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നതോട് ഹ്യൂമൻ റൈറ്റ്സിന് ഒരു വ്യക്തി ഭദ്രതയോ അവർക്കുള്ള നേട്ടമുമായി നമ്മൾ കാണുന്നില്ല. ഒരു കഥക്കൊരു രൂപം കൊണ്ടൊന്നും ആ കഥ
സിനിമയാകുന്നു, അതൊരു സ്ക്രിപ്റ്റ് ആകുന്നു, അത് ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വയലൻസിലൂടെ സിനിമ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നു. ബട്ട് ചോരക്കളി അവിടെ തീപ്പാറുന്ന വയലൻസിലേക്ക് മാറുമ്പോൾ ചിലർ ആ നിമിഷങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്ന അഡൾട്ടായ കുറേ കാര്യങ്ങൾ, 18 മുകളിൽ ഉള്ള വ്യക്തികൾ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ആ സിനിമകളിൽ ഉണ്ടാവും. അത് എത്ര നമ്മൾ 18 മുകളിലുള്ളവർ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാലും ആ സിനിമകൾ ചില നിമിഷമെങ്കിലും ഈ പറയുന്ന പ്രായം തികയാത്ത മൈനർ ആകാത്ത കുട്ടികൾ വന്നിരുന്ന് കണ്ടിരിക്കും. അവർക്ക് കാണണമെന്നത് ഒരു ആഗ്രഹവുമാവും. അതൊരു സിനിമ സ്വാധീനം തന്നെയാണ്. സിനിമ സ്വാധീനമല്ല എന്ന് പറയുന്നതിൽ നമ്മൾ പച്ചക്കള്ളവുമാവും പറയുന്നത്. അപ്പോൾ നമ്മൾ ശരി തന്നെ ചെയ്താൽ, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഇത് അനുകരിക്കരുത് എന്ന് പറയുകയും ചെയ്യാം. പക്ഷേ എല്ലാം റിയാലിറ്റിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. പൊതുസമൂഹം അങ്ങനെയാണ് കരുതിയെന്ന് എനിക്കൊരു തോന്നലുമില്ല. കാരണം മാർക്കോ ഈസ് വയലന്റ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവി തന്നെയാണ്. മാർക്കോ ഞാനും കാണേണ്ടതാണ്. കൊടൂര വയലൻസ് അതിലുണ്ടായിരുന്നു. ചോര തെളിപ്പിക്കുന്നതും ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനെ തന്നെ മാറ്റിമറിക്കാനുള്ള എത്രയോ ഫൈറ്റ് അതിലുണ്ട്. നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ KGF-നേക്കാൾ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. മാർക്കോ ഒരു വയലൻസ് ഉണ്ടായിരുന്നു എന്നത്. നമ്മൾ സിഗരറ്റിൻ്റെ പ്രയോഗത്തിൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയൻ ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മാരകമായ ഫൈറ്റും മാരകമായ വയലൻസും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഹാനീകരണം തന്നെയാണ്. കാരണം അത് എന്തിനേയും നമുക്ക് എന്തും വളർത്തിയെടുക്കാനുള്ള പ്രചോദനമാവും. അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് എല്ലാം ഞാൻ എൻ്റെ തൊഴിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിലൊരു മൈനസ് മാർക്ക് അവിടെയുണ്ട്. തിരിച്ചാണ് പറയേണ്ടത്, ഞാൻ ചെയ്യുന്നതൊന്നും അനുകരിക്കരുത്, നമ്മുടെ സിനിമ കാണാൻ നിർബന്ധിതരാക്കുന്നത്. എന്നാൽ ഇങ്ങനത്തെ സിനിമ മാർക്കോ കാണണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കും. അത് കണ്ട് സമൂഹം കാണാതിരിക്കുകയും ചെയ്യില്ല. ഉണ്ണിമുകുന്ദൻ എന്നൊരു സ്റ്റാറിനെ കാണാൻ ആഗ്രഹിക്കത്താരാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അദ്ദേഹം ഇതിലെ വരാത്ത ഒരു കമ്മിങ് ബാക്ക് നടത്തുമ്പോൾ അത് ആ ഒരു സിനിമ കാണാൻ സാധാരണക്കാർ ആരും ഒന്ന് ആലോചിച്ചു പോകും. നമുക്ക് ആ സിനിമ ഒന്ന് കണ്ടാലോ. ഇത് തന്നെയാണ് സിനിമ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഷരീഫ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് റിയലൈസ് ചെയ്ത് നമുക്ക് അദ്ദേഹത്തിന് ഇനി അടുത്ത ഭാഗം ഈ ഒരു സിനിമ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. മാർക്കോക്ക് ഒരു ഇടി വീണ് കഴിഞ്ഞു. ഇനി വരുത്തെഴുന്നേൽപ്പുണ്ടോ എന്നത് കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇനി മാർക്കോക്കുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മാതായ ഷെരീഫ് മുഹമ്മദ്. വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല മാർക്കോ. പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും ഷെരീഫ് പറയുന്നു. മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമ്പോൾ പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ
സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പോ വന്ന മാർക്കോ സിനിമയുമായി വയലൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തത്. പക്ഷെ വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എന്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉത്തരവാദിത്തം. നല്ലൊരു തീരുമാനം മുഹമ്മദ് ഷെരീഫ്. അത് നിങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ നിലപാടാണ്. അത് വയലൻസ് ആണ് എന്നത് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് പ്രൊമോഷൻ നടത്തി തന്നെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് അതൊരു ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ ഫൈറ്റുകൾ വേണ്ട എന്നല്ല, ഈ രോഷം കൊള്ളുന്നതും ചിലർ ഇൻസ്പയർഡ് ആയി പോകുന്ന ചോരക്കളിയൊക്കെ സമൂഹം നല്ല നിലയിൽ എടുക്കണമെന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുത്തേക്കണമെന്നത് യാതൊരു ഉറപ്പും പറയുകയില്ല. അപ്പോൾ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞത്, പ്രൊഡ്യൂസറായ ഷെരീഫ് മുഹമ്മദ് മാർക്കോന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞ ആ ഒരു തീരുമാനം ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത്രക്കും വയലൻസിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു മാർക്കോ എന്ന സിനിമ. നമ്മളെല്ലാം അത് ഇഷ്ടപ്പെട്ടതാണ്. ആ സിനിമ 100 കോടി വരെ കളക്ഷൻ നേടിയതാണ്. പക്ഷേ ഇനിയും ഒരു രണ്ടാം ഭാഗം അതിന്റെ മാർക്കോയുടെ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവർക്കൊരു വലിയൊരു ആഘാതം തന്നെ. അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ആ സിനിമ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു തിരിച്ചടി പോലെ ഈ സിനിമ മാറുക തന്നെ ചെയ്യും. അത് റിയാലിറ്റിയാണ്. മാറ്റം ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ സംഭവങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന അലിഗേഷൻസ് നമ്മുടെ സിനിമയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ, മറ്റൊരാളുടെ വായിൽ നിന്നത് കേൾക്കുമ്പോൾ അത് നമുക്ക് അത്ര സുഖകരമല്ല. ആ വാക്കുകൾ എന്നത് നമ്മൾ പ്രാധാന്യത്തിൽ എത്തിക്കണം. കാരണം നമുക്കത് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ കണ്ടന്റ് നമ്മളെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പണം സമ്പാദിക്കാനുള്ളൊരു ബിസിനസ്സും ജനങ്ങൾക്കത് ആർഭാടവും ദുഷ്പേരുമാണ് വാങ്ങിക്കൂട്ടുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ ചെലവുകൾ വേസ്റ്റായി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള അസ്വസ്ഥത, ഇതുപോലത്തുള്ള ആരോപണങ്ങൾ, ഇതുപോലത്തുള്ള അലിഗേഷൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഹേറ്റേഴ്സിനെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു. പണ്ട് കാലത്ത് ചോരയുടെ കളികളല്ല, അത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫൈറ്റ് തന്നെ വേറെ രസകരമായ ഫൈറ്റായിരുന്നു. പഴയ കാലത്ത് നസീറിൻ്റെയും ജയൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഫൈറ്റുകളാവാം. കാരണം അത് ഒരിക്കലും ആരെയും ഒരു ദുഷ്പേര് കേൾപ്പിക്കുന്ന ഒരു ഫൈറ്റല്ല. പക്ഷെ നസീർ ആ ഒരു സിനിമയിൽ ഭയങ്കര ഫൈറ്റിൻ്റെ മേലെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ വീണ സീനൊക്കെ അതിത്തിരി ക്രൂരമായ വയലൻസ് തന്നെയായിരുന്നു. അങ്ങനെയാണ് വയലൻസിനൊരു ജയനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മലയാളത്തിൽ വയലൻസിനൊരു പ്രാധാന്യം ഉണ്ടായത്. ജയൻ്റെ സിനിമകളിലെല്ലാം പൊട്ടിപ്പാറുന്ന വയലൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മോഹൻലാൽ എന്ന നായകൻ്റെ കയ്യിലേക്ക് എത്തി. അപ്പോൾ വയലൻസിന് പ്രാധാന്യം, മമ്മൂട്ടിക്കൊക്കെ ഇഷ്ടം പോലെ വയലൻസ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. തെറ്റ് തിരുത്തണം. നമുക്ക് തെറ്റ് പറ്റിയാൽ തെറ്റ് തിരുത്തുന്നത് നല്ലൊരു മൊമെൻറ്റ്സാണ്, നല്ലൊരു അപ്രോച്ചാണത്. അപ്പോൾ ഷെരീഫ് മുഹമ്മദിൻ്റെ ഈ ഒരു ഉത്തരവാദിത്തം വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. ഒരു നിർമ്മാതാവിൻ്റെ ഉത്തരവാദിത്തം ഇൻഡസ്ട്രിക്ക് ആയുസ് വർദ്ധിക്കുന്ന ഒന്നാണ്. അപ്പം ഈ പുണ്യദിനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഓരോ മനുഷ്യനും ഓരോ ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് നമ്മൾ അതിക്രമിക്കുമ്പോൾ ഏത് സിനിമയായാലും, ഏത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയാലും, സോഷ്യൽ മീഡിയയിലെ അലിഗേഷൻസ് ആയാലും, എന്തായാലും അതൊരു
പബ്ലിക്കിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉത്തരവാദിത്തോടെ അത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് പിന്നെ പ്രാധാന്യമില്ല. ആ വിഷയത്തോട് നമ്മൾ കൂടുതൽ അടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്ത് കൂടുതൽ വയലൻസിന് സ്കോപ്പും കോമഡിപരമായ സിനിമകൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്നസെൻറ്റും ചിരിക്കുന്നവരൊക്കെ മാഞ്ഞുപോയി. അവർ ഈ ഭൂമിയിൽ തന്നെ ഇപ്പോൾ ഇല്ല. ചിലപ്പോൾ അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോവാൻ കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ കാരണമാണോ എന്ന് പോലും നമുക്ക് ചിന്തിച്ചേക്കാം. കാരണം അത്തരത്തിലുള്ള ഒരുപാട് താരങ്ങൾ, നല്ല നല്ല താരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ വലിയൊരു സൂചന തന്നെയാണ്. കാരണം ഈ സമൂഹം വയലൻസിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അവരുടെ ചിന്തകളിൽ ഇഷ്ടമുള്ളത് അവർക്ക് കോമഡിയും സർക്കാസിസമായ കാര്യങ്ങൾ, അതും കോമഡി ഡയലോഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ സിനിമ എന്ന ഒരു കാര്യത്തിൽ അവർ ചിന്തിക്കുന്നതും. നമ്മളൊക്കെ ഒരു നടനാകണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ അതിലൊരു നല്ല ക്യാരക്ടർ കിട്ടുക, നല്ലൊരു ഡയലോഗ് കിട്ടുക, നല്ലൊരു പെർഫോമർ ആവുക എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനുപരി ജനങ്ങൾക്കൊരു ബാഡ് ഇമേജും കൂടി നമ്മളുടെ സിനിമ വെച്ച് അവർക്കുണ്ടാവാൻ പാടില്ല. അവർ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർ അത് കേട്ടും കണ്ടും അവരുടെ ശ്രദ്ധകൾ അതിൽ പതിയും. അപ്പോൾ അവർ ഇൻസ്പയർഡ് ആവരുത് എന്ന് പറഞ്ഞുകൊണ്ടും നമുക്കവിടെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നതിലൊന്നും അവിടെ ഒരു പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. സംഭവിച്ചു പോവും. ഈ ലോകത്തൊന്നും മുൻകൂട്ടി ഒന്നും ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് ഒരു ഫാസ്റ്റ് മൂമെൻ്റാണ്. ഒരു പെട്ടെന്നുള്ള എടുത്തുചാട്ടം എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ. കാരണം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, തുടക്കത്തിൽ തന്നെ ആ അപാകതകൾ മാറ്റിയാൽ വയലൻസ് എന്ന് പറയുന്നത് ചോര പൊളിക്കുന്ന ചോരയുടെ കളിയൊന്നും വേണ്ട. നമുക്കൊക്കെ ഒരു ത്രില്ല് കിട്ടിയാൽ മതി. വേറൊന്നും നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടണ്ട. കാരണം ചോരയൊക്കെ തെറിക്കുക, മുഖത്തേക്ക് തെറിക്കുമ്പോൾ തന്നെ നമുക്കൊരു അയ്യേ എന്നുള്ളൊരു രോക്ഷത. ചിലപ്പോൾ ആ സിനിമയിൽ ഞാൻ ചില സമയങ്ങളിലൊക്കെ ആ വയലൻസ് എനിക്ക് വലിയൊരു പേടി പോലും തോന്നിയിട്ടുണ്ടായിരുന്നു. മാർക്കോൻ്റെ വിഷയമാണ് പറയുന്നത്. KGF പോലും അത്ര വയലൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മാർക്കോയിൽ കൂടുതൽ എടുത്തിട്ടിട്ട് ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എത്ര നമ്മളത് ഇല്ല എന്ന് പറഞ്ഞാലും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ആക്ടർ മുമ്പ് എങ്ങനെയായിരുന്നു? കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹം ഒരു വലിയൊരു തിരിച്ചുവരവല്ലേ നടത്തിയത്. അദ്ദേഹം മദ്യത്തിനും ലഹരിക്കും വരെ അടിമയായ ഒരു നടനാണ്. കുറേ കാലം ഫീൽഡ് ഔട്ടായ വ്യക്തി. ഇപ്പം സിനിമകൾ ഒരുപാട് ചെയ്തുകൊണ്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നു. അദ്ദേഹം അതൊരു വലിയൊരു കൂടുതൽ കാര്യം ചെയ്യാതെ കുറേ സിനിമകൾ ചെയ്യണമെന്ന ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ആ ഒരു നല്ലൊരു ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. ധ്യാൻ ശ്രീനിവാസിൻ്റെ ചില രീതികളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം പെറ്റിംഗ് ആപ്പ്, അപ്പോൾ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നായകൻ്റെ ഉത്തരവാദിത്തം. അദ്ദേഹം പറയുന്നു, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ അഭിനയമാണ്, എൻ്റെ തൊഴിലാണ്. സത്യത്തിൽ അങ്ങനെ പറയാനേ പാടില്ല. ഇല്ലീഗലായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഉത്തരവാദിത്തത്തോടെ അങ്ങ് പറയുമ്പോൾ അത് ഇല്ലീഗലല്ല എന്നാണ് പൊതുസമൂഹം മനസ്സിലാക്കുക. കാരണം ബെറ്റിംഗ് ആപ്പ് ഇതൊക്കെ ഉണ്ടായി ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ പൂട്ടിക്കെട്ടുന്നെന്ന് പറഞ്ഞിട്ടും പിന്നീടും ഞാനത് ചെയ്യുമെന്നത് വീണ്ടും പറയുന്നത് പോലെയാണ് തമാശ രൂപയിൽ ധ്യാൻ എന്ന് പറയുന്ന നടൻ
ധ്യാൻ ശ്രീനിവാസ് എന്ന ഡയറക്ടറും നടനുമൊക്കെ പറയുന്നത്, പ്രൊഡ്യൂസർ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ, അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ആ അബദ്ധങ്ങൾ ഒന്ന് സിനിമയാക്കി നോക്കൂ. അത് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്, പൊതുസമൂഹത്തിന് നല്ലൊരു മോട്ടീവും കൂടിയായി മാറുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ സമയം പോവുകയാണ്. അപ്പോൾ ധ്യാൻ എന്ന വ്യക്തി ഒരുപാട് നല്ലതാണ്, പക്ഷെ കുറച്ച് കാര്യത്തിൽ ഒരു ബാഡ് കമൻസും ഉണ്ട്. അപ്പം ശ്രീനിവാസിൻ്റെ മക്കളാണ്, ഒട്ടും ചെറിയ ഉത്തരവാദിത്തമല്ല. അപ്പം ആ ഉത്തരവാദിത്തം അവർ കാണിക്കാൻ ശ്രമിക്കും. അത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പം ധ്യാൻ ശ്രീനിവാസിന് മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ സിനിമയിലും മാറ്റങ്ങൾ വരാം. അപ്പം ഇതൊക്കെ നല്ല ഡിസിഷനാവാം, നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനുള്ള ഒരവസരവുമാവാം. നമ്മളാരും ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ നമ്മളാളല്ല. കാരണം നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ ആരും ഉണ്ടായിട്ടോ ഇല്ലവനായിട്ടോ ഒന്നും പറയുന്നില്ല, സാധാ പ്രേക്ഷകരാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ വിനയത്തിലാണ് ഓരോ റിവ്യൂറും ഓരോ റിയാക്ഷൻ. സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ആ ഒരു വിഭാഗം ഒരിക്കലും നശിക്കാൻ പാടില്ല. ഈ പൊതുസമൂഹത്തിന് ആവശ്യമുള്ളവർ തന്നെയാണ് സോഷ്യൽ മീഡിയ. അവരില്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യില്ല ഈ നാട്ടിലെ പാവം മനുഷ്യർ. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കണം. ഇതിൽ നിലനിന്നുകൊണ്ട് തന്നെ മുന്നേറി പോകണമെന്നത് ഒരു സമൂഹത്തിന് ആഗ്രഹിക്കാം. ആ സമൂഹം നാളത്തെ കുട്ടികളിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം. മോശം പേര് വാങ്ങിയിട്ട് മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ട് വലിയ കാര്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഏതൊരു വ്യക്തിയായാലും രാഷ്ട്രീയക്കാരായാലും അത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ സിനിമ എന്നത് ഒരു ഇൻഡസ്ട്രി ലോകമാണ്. അവിടെ തീരുമാനമെടുക്കേണ്ടവരും ആ ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പിൻ്റെ അവകാശികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം ഷെരീഫ് മുഹമ്മദ് പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ്.